നമസ്കാരം. GSTയുടെ 9ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോമ്പോസിഷൻ ലെവി സ്കീമാണ് ഇന്നത്തെ നമ്മളുടെ ടോപ്പിക്. കോമ്പോസിഷൻ ലെവി സ്കീമിൻ്റെ രജിസ്ട്രേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്, അതിൻ്റെ റിട്ടേൺ ഫയൽ ചെയ്യുന്നത് എങ്ങനെയാണ്, അതിൻ്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണ്, റെസ്ട്രിക്ഷൻസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ വാലിഡിറ്റി എത്ര നാൾ വരെ അതിൻ്റെ വാലിഡിറ്റി ഉണ്ട്, അതുപോലെ തന്നെ കോമ്പോസിഷൻ ലെവി സ്കീമിൻ്റെ GSTയുടെ റേറ്റ് എത്രയാണ് എന്നുള്ള ടോപ്പിക്കാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ചെറുകിട വ്യവസായികൾക്ക് കൊടുക്കുന്ന ഒരു ആനുകൂല്യമാണ് കോമ്പോസിഷൻ ലെവി സ്കീം. അതായത് സാധാരണ രീതിയിൽ 40 ലക്ഷത്തിന് മുകളിൽ ടേൺ ഓവർ ഉള്ള ഒരു ഡീലേഴ്സ് കമ്പൽസറി ആയിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കണം. എന്നാൽ 1.5 കോടി രൂപയിൽ താഴെയാണ് അവരുടെ വരുമാനമെങ്കിൽ, അതായത് ടേൺ ഓവർ എങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, കോമ്പോസിഷൻ ലെവി സ്കീം എന്നുള്ളൊരു ഒരു ആനുകൂല്യം അവർക്ക് കിട്ടും. എന്താണ് ആ ആനുകൂല്യം? എന്താണ്? ലിമിറ്റഡ് കോംപ്ലിയൻസ് ആൻഡ് ലിമിറ്റഡ് ടാക്സ് ലയബിലിറ്റി. അതായത് അവരെ സംബന്ധിച്ച് കോംപ്ലിയൻസ് വളരെ കുറവാണ്. അതായത് സാധാരണ രജിസ്റ്റേർഡ് ഡീലർ മാസാമാസം റിട്ടേൺ സബ്മിറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ കോമ്പോസിഷൻ ഡീലർ 3 മാസം കൂടുമ്പോൾ, അതായത് ക്വാർട്ടർലി റിട്ടേൺ മാത്രം സബ്മിറ്റ് ചെയ്താൽ മതി. അതുപോലെ തന്നെ റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് സാധാരണ രജിസ്റ്റേർഡ് ഡീലർ സബ്മിറ്റ് ചെയ്യുന്ന പോലുള്ള ഡോക്യുമെൻറ്റ്സ് ഒന്നും തന്നെ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, സബ്മിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത് 1%, 5%, 6% അങ്ങനെയുള്ള ചുരുങ്ങിയ പെർസെൻറ്റേജ് മാത്രം അവർ ടാക്സ് അടച്ചാൽ മതി. അപ്പോൾ ഇത്തരത്തിലുള്ള ആനുകൂല്യം ഒരു കോമ്പോസിറ്റ് ടാക്സ് ഡീലർക്ക് കിട്ടും എന്നുള്ളത് കൊണ്ട് തന്നെ സാധാരണ ഒരു ചെറുകിട വ്യവസായികളെ സംബന്ധിച്ച് കോമ്പോസിഷൻ ലെവി സ്കീം എന്ന് പറയുന്നത് വളരെ ഒരു ആശ്വാസമുള്ള കാര്യം തന്നെയാണ്. നോർമലി 1.5 crore, അതായത് 1.5 കോടിയിൽ താഴെയാണ് ടേൺ ഓവർ എങ്കിൽ, 1.5 കോടിയിൽ താഴെയാണ് ടേൺ ഓവർ, അതുപോലെ തന്നെ 40 lakh എബോവ് ആണെങ്കിൽ, ഓക്കെ, അതായത് 40 ലക്ഷത്തിന് മുകളിൽ ടേൺ ഓവർ ഉള്ള ആൾ തീർച്ചയായിട്ടും GSTയുടെ രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. എന്നാൽ ഈ പറയുന്ന വ്യക്തിയുടെ ടേൺ ഓവർ 40 ലക്ഷത്തിന് മുകളിലും അതുപോലെ തന്നെ 1.5 crore താഴെയാണെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ഡീലർഷിപ്പ് എടുക്കാം? കോമ്പോസിഷൻ ടാക്സ് ഡീലർഷിപ്പ് എടുക്കാനായിട്ട് സാധിക്കും. എന്നാൽ ഹിമാചൽ പ്രദേശ് പോലുള്ള നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളുണ്ട്, അതായത് സ്പെസിഫൈഡ് സ്റ്റേറ്റ്സ് എന്ന് പറയും, അവരെ സംബന്ധിച്ചാണെങ്കിൽ 75 ലാഖിന് താഴെയാണെങ്കിൽ, ലെസ് ദാൻ 75 ലാഖിൽ താഴെയാണെങ്കിൽ മാത്രമാണ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കോമ്പോസിഷൻ ലെവി സ്കീം എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്നാൽ ഈ പറയുന്ന സ്പെസിഫൈഡ് സ്റ്റേറ്റ്സിനെയൊക്കെ സംബന്ധിച്ച് 20 ലാഖിന് മേളിലാണെങ്കിൽ അവർ എന്ത് ചെയ്യേണ്ടി വരും? GSTയുടെ രജിസ്ട്രേഷൻ എടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ അത് സ്പെസിഫൈഡ് സ്റ്റേറ്റ്സിന് മാത്രമുള്ളൊരു ഇതാണ്. 20 ലാഖിന് മുകളിലാണെങ്കിൽ അവർ രജിസ്ട്രേഷൻ എടുക്കണം. പക്ഷേ അവരെ സംബന്ധിച്ച് 75 ലാഖിൽ താഴെയാണെങ്കിൽ അവർക്ക് എന്തെടുക്കാം? കോമ്പോസിഷൻ സ്കീം എടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ കേരളത്തിനെ സംബന്ധിച്ചൊക്കെ പറയുമ്പോഴത്തേക്കും 1.5 crore താഴെയാണെങ്കിൽ കേരളത്തിലുള്ള ചെറുകിട വ്യവസായികൾക്ക് അവർക്ക് എന്ത് ചെയ്യാം? കോമ്പോസിഷൻ സ്കീം തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കും. സ്വാഭാവികമായും നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ് കോമ്പോസിഷൻ ലെവി സ്കീം എന്ന് പറയുന്നത്. അതായത് കൂടുതൽ കോംപ്ലിയൻസും അതേപോലെ തന്നെ ടാക്സ് ലയബിലിറ്റി ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതെങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് നമ്മൾ എടുക്കുന്ന ടോപ്പിക്ക് രജിസ്ട്രേഷൻ പ്രൊസീജിയറാണ്. ഓക്കെ, അപ്പോൾ GST എന്നുള്ളൊരു നിയമം ഇന്ത്യയിൽ വരുന്നത് ജൂലൈ 1, 2017 മുതലാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജൂലൈ 1, 2017 മുമ്പ് വാല്യൂ ആഡഡ് ടാക്സ്, അതുപോലെ തന്നെ സെൻട്രൽ എക്സൈസ്, അതുപോലെ തന്നെ സർവീസ് ടാക്സ് ഇതുപോലുള്ള ടാക്സുകളിൽ രജിസ്ട്രേഷൻ ഉണ്ടായിരുന്ന വ്യക്തിയാണെങ്കിൽ, അതായത് ജൂലൈ 1, 2017 ജൂലൈ 1 മുമ്പ് വാല്യൂ ആഡഡ് ടാക്സിൻ്റെ രജിസ്ട്രേഷൻ ഉള്ള ഡീലറോ, അല്ലെങ്കിൽ സെൻട്രൽ എക്സൈസിൻ്റെ ഡീലർഷിപ്പ് ഉള്ള വ്യക്തിയോ, അല്ലെങ്കിൽ സർവീസ് ടാക്സിൻ്റെ രജിസ്ട്രേഷൻ ഉള്ള വ്യക്തിയോ, ഇത്തരത്തിലുള്ള രജിസ്ട്രേഷൻ ഓൾറെഡി ഉണ്ട്. പക്ഷേ എന്നാൽ അവരുടെ ടേൺ ഓവർ എന്ന് പറയുന്നത് 1.5 crore താഴെയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? കോമ്പോസിഷൻ ലെവി സ്കീമിലേക്ക് ഓപ്റ്റ് ചെയ്യാം. അങ്ങനെയുള്ളവർ ചെയ്യേണ്ട ഫോമാണ് ഫോം GST CMP കോമ്പോസിഷൻ 01 എന്ന് പറയുന്ന ഫോമിലാണ് അവർ രജിസ്റ്റർ ചെയ്യേണ്ടത്. അതായത് ഓൾറെഡി വാല്യൂ ആഡഡ് ടാക്സിൻ്റെയോ അല്ലെങ്കിൽ സെൻട്രൽ എക്സൈസിൻ്റെയോ സർവീസ് ടാക്സിൻ്റെയോ രജിസ്ട്രേഷൻ ഉണ്ട്. ഓക്കെ, ജൂലൈ 1, 2017 ആയപ്പോഴത്തേക്ക് ഓൾറെഡി അവർക്ക് പഴയ രജിസ്ട്രേഷൻ ഉണ്ട്, വാറ്റിൻ്റെ രജിസ്ട്രേഷൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അവർക്ക് കോമ്പോസിഷൻ സ്കീം എടുക്കാനുള്ള ഒരു ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്? ഫോം GST CMP 01 ആണ് ചെയ്യേണ്ടത്. സാധാരണ രജിസ്ട്രേഡ് ഡീലേഴ്സൊക്കെ ചെയ്യേണ്ടത് ഫോം GST 01 ചെയ്യേണ്ടത്. ഇവർക്ക് ഇവിടെ CMP എന്ന് പറയുന്ന കോമ്പോസിഷൻ എന്ന് പറയുന്ന സെപ്പറേറ്റ് ഒരു ഫോം ഉണ്ട്. ആ ആപ്ലിക്കേഷൻ ഫോം വഴിയാണ് അവർ രജിസ്ട്രേഷൻ എടുക്കേണ്ടത്. ജൂലൈ 1 വാല്യൂ ആഡഡ് ടാക്സിൻ്റെയോ അല്ലെങ്കിൽ സെൻട്രൽ എക്സൈസിൻ്റെയോ സർവീസ് ടാക്സിൻ്റെ മുൻപുള്ള പഴയ ടാക്സിൻ്റെ രജിസ്ട്രേഷൻ ഒന്നും എടുക്കാത്തൊരു വ്യക്തിയാണ്.
ഓക്കെ, ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പോവാണ്. ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പോവുകയുമാണ്. അദ്ദേഹത്തിന് ഏത് സ്കീം മതി? കോമ്പോസിഷൻ സ്കീം മതിയെങ്കിൽ അദ്ദേഹം എടുക്കേണ്ട രജിസ്ട്രേഷൻ ഫോം GST രജിസ്ട്രേഷൻ 01. ഓക്കെ, അതിൻ്റെ പാർട്ട് ബി എടുക്കണം. ആ പാർട്ട് ബി ആണ് അവരെന്ത് ചെയ്യേണ്ടത്? ഓൺലൈൻ വഴി ഫില്ല് ചെയ്യേണ്ടത്. ഈ പറഞ്ഞ എല്ലാ രജിസ്ട്രേഷൻ ഫോം ഫില്ല് ചെയ്യേണ്ടതും ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതെല്ലാം ഓൺലൈൻ വഴി തന്നെയാണ്. അപ്പോൾ ഓൾറെഡി വാല്യൂഡ് ടാക്സിൽ അതേപോലെ തന്നെ സെൻട്രൽ എക്സൈസ് സർവീസ് ടാക്സിലൊക്കെ രജിസ്റ്റേർഡ് ഡീലറാണ് 2017. അവർ 2017 ജൂലൈ 1 ആകുമ്പോഴത്തേക്ക് എന്താ എടുക്കേണ്ടത്? ഫോം GST CMP 01 എന്ന് പറയുന്ന രജിസ്ട്രേഷനാണ് എടുക്കേണ്ടത്. ഓക്കെ, ഇനി അതേസമയം കോമ്പോസിഷൻ വേണം, രജിസ്ട്രേഷൻ ഡീലർഷിപ്പ് എടുത്തിട്ടില്ല, ഒന്നും എടുത്തിട്ടില്ല, ആദ്യമായിട്ട് എടുക്കാൻ പോകുന്നവരാണെങ്കിൽ ഫോം GST രജിസ്ട്രേഷൻ 01 പാർട്ട് ബി ആണ് എടുക്കേണ്ടത്. ഈ പറയുന്ന ഫോം GST CMP 01 എന്ന് പറയുന്നത് 30 ദിവസത്തിനുള്ളിൽ എടുത്തിരിക്കണം. 30 ഡേയ്സിനുള്ളിൽ തന്നെ എടുത്തിരിക്കണം. അതായത് ഓൾറെഡി വാറ്റിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ അവർ 30 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്തോളണം? രജിസ്ട്രേഷൻ കമ്പൽസറി ആയിട്ട് എടുത്തോളണം. ഇനി അടുത്തതാണ് GSTയുടെ കോമ്പോസിഷൻ ഡീലേഴ്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് എങ്ങനെയാണ്? റിട്ടേൺ. ഓക്കെ, എന്താണ് റിട്ടേൺ? റിട്ടേൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണക്ക് അവതരിപ്പിക്കുന്നതിനാണ് റിട്ടേൺ എന്ന് പറയുന്നത്. ടാക്സിൻ്റെ പേയ്മെൻറ്റിനെ അല്ല റിട്ടേൺ എന്ന് പറയുന്നത്. അതായത് അവർക്കുണ്ടായിരുന്ന ടേൺ ഓവർ എത്രയാണ്, അതുപോലെ തന്നെ അവർ നടത്തിയ സപ്ലൈസ് എന്തൊക്കെയാണ്, അവർ ആരുടെ അടുത്ത് നിന്നൊക്കെ പർച്ചേസ് ചെയ്തു, ഇങ്ങനെയുള്ള വിവരങ്ങളെല്ലാം GSTയുടെ ഡിപ്പാർട്ട്മെൻറ്റിനെ അവതരിപ്പിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? റിട്ടേൺ എന്ന് പറയുന്നത്. ഓക്കെ, ടാക്സ് പേയ്മെൻറ്റ് വേറെയാണ്. ഓക്കെ, അപ്പോൾ ഇവരെ സംബന്ധിച്ച് കണക്ക് അവതരിപ്പിക്കേണ്ടത് സാധാരണ GST ഡീലേഴ്സ് എല്ലാ മാസവും കണക്ക് അവതരിപ്പിക്കുമ്പോൾ ഇവരെപ്പോൾ മാത്രം കണക്ക് അവതരിപ്പിച്ചാൽ മതി? ക്വാർട്ടർലി. ഇതാണ് അവരെ സംബന്ധിച്ചുള്ള മെയിൻ ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ്. ക്വാർട്ടർലി റിട്ടേൺ മാത്രം സബ്മിറ്റ് ചെയ്താൽ മതി. ക്വാർട്ടർലി റിട്ടേൺ സബ്മിറ്റ് ചെയ്യേണ്ട ഫോമാണ് ഫോം GSTR 4 അവർ സബ്മിറ്റ് ചെയ്യേണ്ടത്. ക്വാർട്ടർലി റിട്ടേൺ ഒരു കോമ്പോസിഷൻ ഡീലർ സബ്മിറ്റ് ചെയ്യുമ്പോൾ 3 കാര്യങ്ങളാണ് അവർ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഫസ്റ്റ് വൺ ആണ് ടോട്ടൽ കൺസോളിഡേറ്റഡ് വാല്യൂ ഓഫ് സപ്ലൈസ്. ഓക്കെ, അതായത് ടോട്ടൽ എത്രയാണോ അവരുടെ ടോട്ടൽ സപ്ലൈസ് ഇത് മാത്രം കാണിച്ചാൽ മതി. അതായത് അവർ എത്ര രൂപയുടെ ഐറ്റംസ് ടോട്ടലി വിറ്റിട്ടുണ്ടോ, ഈ 3 മാസം കൊണ്ട് എത്രയാണ് അവരുടെ വിൽപ്പന, ആ സപ്ലൈസ് മാത്രം എന്ത് ചെയ്താൽ മതി? കാണിച്ചാൽ മതി. എന്ത് കാണിക്കേണ്ട കാര്യമില്ല? ഇൻവോയ്സ് വൈസുള്ള, അതായത് ഓരോ ആളുകൾക്കും വിറ്റതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അവരെന്ത് ചെയ്യേണ്ട കാര്യമല്ല? സബ്മിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, ഇനി രണ്ടാമത് അവർ സബ്മിറ്റ് ചെയ്യേണ്ട സംഭവമാണ് ടാക്സ് പെയ്ഡ് അറ്റ് കോമ്പോസിഷൻ റേറ്റ്. അതായത് ഇവർ എന്ത് ചെയ്തോളണം? ടാക്സ് കൃത്യമായിട്ട് അടച്ചോളണം. ഓക്കെ, ആ കോമ്പോസിഷൻ റേറ്റിൽ അടച്ച ടാക്സ് എത്ര അടച്ചു എന്നുള്ളത് അവർ കാണിക്കണം. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ കാണിക്കണം? ക്വാർട്ടർലി റിട്ടേൺ സബ്മിറ്റ് ചെയ്യണം ഫോം GSTR 4. ആ റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് കാണിക്കേണ്ട കാര്യങ്ങളാണ് ടോട്ടൽ കൺസോളിഡേറ്റഡ് വാല്യൂ. അതായത് ടോട്ടൽ എത്ര രൂപയുടെ സപ്ലൈസ് അവർക്ക് ഉണ്ടായിട്ടുണ്ട്, ഓക്കെ, വിൽപ്പന എത്രയുണ്ട്, അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കാണിക്കേണ്ട കാര്യമില്ല. ഇൻവോയ്സ് വൈസ് ഡീറ്റെയിൽസ് എന്ത് ചെയ്യേണ്ട കാര്യമില്ല? കാണിക്കേണ്ട കാര്യമില്ല. രണ്ടാമത് എന്ത് കാണിക്കണം? ടാക്സ് പെയ്ഡ് അറ്റ് കോമ്പോസിഷൻ റേറ്റ്. എത്ര രൂപ ഇവർ ടാക്സ് അടച്ചു, ഈ ഡീലർ എത്ര രൂപയുടെ ടാക്സ് അടച്ചു എന്നുള്ളത് കാണിക്കണം. ലാസ്റ്റ് പിന്നെ അവർ കാണിക്കേണ്ടതാണ് ഇൻവോയ്സ് ലെവൽ പർച്ചേസ് ഇൻഫോർമേഷൻ. ഓക്കെ, അതായത് ഇവർ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ കോമ്പോസിറ്റ് ഡീലറിൻ്റെ പേര് എക്സ് ആണെന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഈ എക്സ് എന്ത് ചെയ്തിട്ടുണ്ടാവും? വൈ എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നും എ എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നും ബി സി എന്ന് പറയുന്ന വ്യക്തികളിൽ നിന്ന്, അതായത് ഈ പറയുന്ന ഡീലേഴ്സിൽ നിന്നെല്ലാം എന്ത് ചെയ്തിട്ടുണ്ടാവും? എക്സ് എന്ന് പറയുന്ന ഈ കോമ്പോസിറ്റ് ഡീലർ കുറേ ഐറ്റംസ് പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ വൈ അതുപോലെ തന്നെ എ ബി സി എന്ന് പറയുന്നതൊക്കെ വേറെ കുറേ ഇൻഡിവിജ്വൽ ഡീലേഴ്സാണ്, സാധാരണ GSTയുടെ ഡീലേഴ്സാണ്. ഓക്കെ, ഇവരിൽ നിന്നാണ് എക്സ് എന്ന് പറയുന്ന ഈ കോമ്പോസിറ്റ് ഡീലർ കുറേ ഐറ്റംസ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വൈ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, വൈയും റിട്ടേൺ സബ്മിറ്റ് ചെയ്യണ സമയത്ത്, അതായത് അവർ മന്ത്ലി റിട്ടേൺ സബ്മിറ്റ് ചെയ്യും, സാധാരണ ഡീലേഴ്സ് ആണെങ്കിൽ മന്ത്ലി റിട്ടേൺ സബ്മിറ്റ് ചെയ്യും. അപ്പോൾ മന്ത്ലി റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഇവർ പറയും, വൈ പറയും, എക്സ് എൻ്റെ അടുത്തുനിന്ന് കുറച്ച് ഐറ്റംസ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ
വൈ എന്നുള്ള വ്യക്തി പറയും ഞാൻ എക്സിന് എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് ഐറ്റംസ് വിറ്റിട്ടുണ്ട് എന്ന് പറയും. ഓക്കെ, അതേപോലെ തന്നെ എയും പറയും ഞാൻ എക്സിലേക്ക് വിറ്റിട്ടുണ്ട്. എ പറയും, വൈയും പറയും, ബിയും പറയും, സിയും പറയും. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇതൊക്കെ അവരുടെ റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാം എന്ത് ചെയ്യും, ഡീറ്റെയിൽ ആയിട്ട് സബ്മിറ്റ് ചെയ്യും. അത് സബ്മിറ്റ് ചെയ്യുന്നത് GSTR 2-ലോ അതല്ലെങ്കിൽ GSTR 4-ലോ ആയിരിക്കും. ഓക്കെ, എനിവേ അങ്ങനെ അവർ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹം, അതായത് എക്സ് എന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്തോളണം, ഇൻവോയ്സ് ലെവൽ പർച്ചേസ് ഇൻഫോർമേഷൻ, അതായത് ഇവർ കൃത്യമായിട്ട് റിപ്ലൈ കൊടുത്തോളാം, ശരിയാണ് ഞാൻ വൈയിൽ നിന്ന് ഇന്ന പ്രൊഡക്റ്റ് മേടിച്ചിട്ടുണ്ട്, അദ്ദേഹം പറയുന്നത് കറക്റ്റാണ്, ഞാൻ ഇത്ര രൂപ ടാക്സ് അടച്ചിട്ടുണ്ട്. എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞത് ശരിയാണ്, ഞാൻ ഇത്ര രൂപയുടെ ഐറ്റംസ് മേടിച്ചിട്ടുണ്ട്, അത്ര രൂപ ഞാൻ ടാക്സ് അടച്ചിട്ടുണ്ട്. ഇങ്ങനെ കൃത്യമായിട്ടുള്ള വേരിഫിക്കേഷൻ ആര് ചെയ്തോളാം, എക്സ് ചെയ്തോളാം. അപ്പോൾ എക്സിൻ്റെ കയ്യിൽ കൃത്യമായിട്ടുള്ള ഇൻഫോർമേഷൻ ഉണ്ടാവും. എന്ത്, അദ്ദേഹം ആരുടെ കയ്യിൽ നിന്നൊക്കെ ഗുഡ്സ് പർച്ചേസ് ചെയ്തു, ഓക്കെ, അവർക്ക് എത്ര രൂപയൊക്കെ ടാക്സ് അടച്ചു എന്നുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം എക്സ് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടാവും. സോ ഇൻവോയ്സ് ലെവൽ പർച്ചേസ് ഇൻഫോർമേഷൻ കൃത്യമായിട്ട് എന്ത് ചെയ്തോളാം, ഇദ്ദേഹം ചെയ്തോളാം. ഇദ്ദേഹം ചെയ്യേണ്ട ഫോമാറ്റാണ് GSTR 4A ചെയ്യേണ്ടത്. ഓക്കെ, GSTR 4A ഇദ്ദേഹം എന്ത് ചെയ്യേണ്ടത്, ഈ ഇൻവോയ്സ് ലെവൽ പർച്ചേസ് ഇൻഫോർമേഷൻ കൃത്യമായിട്ട് ചെയ്യേണ്ടത്. ആരുടെയാണ്, കൗണ്ടർ പാർട്ടിയുടെ. ആരാണ് കൗണ്ടർ പാർട്ടി, YABC. ഇവരുടെ അടുത്തു നിന്നാണ് എന്ത് ചെയ്തത്, എക്സ് എന്നുള്ള വ്യക്തി ഗുഡ്സ് എല്ലാം പർച്ചേസ് ചെയ്തത്. സോ ഇദ്ദേഹം കൃത്യമായിട്ടുള്ള ഇൻവോയ്സ് ലെവൽ പർച്ചേസ് ഇൻഫോർമേഷൻ ആരുടെ അടുത്ത് നിന്നൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടോ എല്ലാ വിവരങ്ങളും കാണിക്കണം. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ്, 3 കാര്യങ്ങളാണ് മെയിനായിട്ട് കാണിക്കേണ്ടത്. എന്തൊക്കെയാണ്, ടോട്ടൽ കൺസോൾട്ടേഷൻ വാല്യൂ, മൊത്തത്തിലുള്ള സപ്ലൈസ് എത്രയാണ്, എത്ര രൂപയുടെ ഐറ്റംസ് വിറ്റിട്ടുണ്ട്, അത് മാത്രം കാണിച്ചാൽ മതി. ഇൻവോയ്സ് ലെവൽ ഐറ്റംസ് ഒന്നും കാണിക്കേണ്ട, ഇൻവോയ്സ് വൈസ് ഡീറ്റെയിൽസ് ഒന്നും കാണിക്കേണ്ട കാര്യമില്ല. രണ്ടാമത് കാണിക്കേണ്ടത് എന്താണ്, കോമ്പോസിഷൻ റേറ്റ്, എത്ര രൂപ ടാക്സ് അടച്ചു എന്നുള്ളത് കാണിക്കണം. മൂന്നാമത് കാണിക്കേണ്ടത് എന്താണ്, ഈ പറയുന്ന തേർഡ് പാർട്ടീസ്, കൗണ്ടർ പാർട്ടീസ്, ആ കൗണ്ടർ പാർട്ടീസിൻ്റെ അടുത്തുനിന്ന് എന്തൊക്കെ പർച്ചേസ് ചെയ്തു, ആ പർച്ചേസ് ചെയ്തതിൻ്റെ GSTR 4A കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യണം, സബ്മിറ്റ് ചെയ്യണം. ഇങ്ങനെ 3 കാര്യങ്ങളാണ് മെയിനായിട്ട് എന്ത് ചെയ്യേണ്ടത്, ഒരു കോമ്പോസിഷൻ ഡീലർ റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇനി അടുത്തതാണ് ഈ എക്സ് എന്ന് പറയുന്ന കോമ്പോസിഷൻ ഡീലർ. ഈ കോമ്പോസിഷൻ ഡീലർ ഇവിടെ പറഞ്ഞത് എന്താണ്, സാധാരണ രജിസ്റ്റേർഡ് ഡീലറിൻ്റെ അടുത്ത് നിന്ന് പർച്ചേസ് ചെയ്യുന്ന കേസാണ് പറഞ്ഞത്. ഇനി അടുത്തതാണ് ഈ എക്സ് എന്ന് പറയുന്ന വ്യക്തി ഒരു അൺരജിസ്റ്റേർഡ് ഡീലറിൻ്റെ അടുത്തുനിന്ന്, ഒരു അൺരജിസ്റ്റേർഡ് ഡീലറിൻ്റെ അടുത്തുനിന്ന് ഗുഡ്സ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, അങ്ങനെ പർച്ചേസ് ചെയ്തതിൻ്റെ സ്റ്റോക്ക് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. ഈ പറയുന്ന GSTയുടെ രജിസ്ട്രേഷൻ എടുക്കുന്ന സമയത്ത് ആ അൺരജിസ്റ്റേർഡ് ഡീലറിൻ്റെ അടുത്തുനിന്ന് മേടിച്ച സ്റ്റോക്ക് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് എങ്കിൽ അദ്ദേഹം എന്ത് ചെയ്തോളണം, അതുമേലുള്ള ടാക്സ് കൃത്യമായിട്ട് അടച്ചോളണം. അൺരജിസ്റ്റേർഡ് ഡീലറിൻ്റെ അടുത്തുനിന്ന് മേടിച്ച ഐറ്റം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടെങ്കിൽ അതുമേലുള്ള ടാക്സ് എന്ത് ചെയ്തോളണം, അടച്ചോളണം. ഇനി അതല്ല, അദ്ദേഹം ടാക്സ് അടച്ചിട്ടില്ല എങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യാൻ പാടില്ല, ആ ഗുഡ്സ് എന്ത് ചെയ്യാൻ പാടില്ല, ഡു നോട്ട് ഹോൾഡ്, അദ്ദേഹത്തിൻ്റെ കയ്യിൽ എന്ത് ചെയ്യുക, കൈവശം വെക്കാനായിട്ട് പാടില്ല. അതായത് GSTയുടെ രജിസ്ട്രേഷൻ എടുക്കുന്നത് എപ്പോഴാണ്, ഈ കോമ്പോസിറ്റ് ഡീലർ എടുക്കുന്ന എപ്പോഴാണ്, 2017 ജൂലൈ 1 രജിസ്ട്രേഷൻ എടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ എന്തുണ്ട്, അൺരജിസ്റ്റേർഡ് ഡീലറിൻ്റെ അടുത്തുനിന്ന് പർച്ചേസ് ചെയ്ത ഗുഡ്സ് ഉണ്ട്. അൺരജിസ്റ്റേർഡ് ഡീലറിൻ്റെ അടുത്തുനിന്ന് പർച്ചേസ് ചെയ്ത ഗുഡ്സ് ആണെങ്കിൽ ഇദ്ദേഹം ടാക്സ് അടച്ചിട്ടുണ്ടാവോ, ഇല്ല. അൺരജിസ്റ്റേർഡ് ഡീലറിൻ്റെ അടുത്തുനിന്ന് മേടിക്കുമ്പോൾ ഇദ്ദേഹം ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല. ആ ഡീലർക്ക്, അൺരജിസ്റ്റേർഡ് ഡീലർക്ക് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ഈ എക്സിൻ്റെ കയ്യിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യേണ്ട കാര്യവുമില്ല. സോ അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന ഗുഡ്സ് എന്ത് ഗുഡ്സാണ്, ടാക്സ് അടയ്ക്കാത്ത ഗുഡ്സാണ്. അദ്ദേഹം എന്ത് ചെയ്തോളണം, ഒന്നുകിൽ ടാക്സ് അടയ്ക്കുക, അതല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഡു നോട്ട് ഹോൾഡ് സച്ച് ഗുഡ്സ്, ആ ഗുഡ്സ് എന്ത് ചെയ്യാൻ പാടില്ല, അദ്ദേഹത്തിൻ്റെ കൈവശം വയ്ക്കാനായിട്ട് പാടില്ല. ഇനി കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷം GSTയുടെ രജിസ്ട്രേഷൻ എടുത്തു, ജൂലൈ 1 ശേഷം രജിസ്ട്രേഷൻ എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, 2020 മറ്റൊരു അൺരജിസ്റ്റേർഡ് ഡീലറിൻ്റെ അടുത്ത് നിന്ന് ഇദ്ദേഹം എന്ത് ചെയ്തു, ഗുഡ്സ് പർച്ചേസ് ചെയ്തു എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. അൺരജിസ്റ്റേർഡ് ഡീലറിൻ്റെ അടുത്ത് നിന്ന് വീണ്ടും പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ, ദാറ്റ് ഈസ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യേണ്ടി വരും, പേ ടാക്സ്, ഇദ്ദേഹം ടാക്സ് അടയ്ക്കേണ്ടി വരും. അതായത് അൺരജിസ്റ്റേർഡ് ഡീലറിൻ്റെ അടുത്ത് നിന്ന് എക്സ് വീണ്ടും പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ, അൺരജിസ്റ്റേർഡ് ഡീലറിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ എക്സ് എന്ന് പറയുന്ന കോമ്പോസിറ്റ് ഡീലർ എന്ത് ചെയ്യേണ്ടി വരും, ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് എന്ത് ചെയ്യേണ്ടി വരും, ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും. എന്തുകൊണ്ടാണ്, അൺരജിസ്റ്റേർഡ് ഡീലർക്ക് ഒരിക്കലും ഈ എക്സിൻ്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, ടാക്സ് കളക്ട് ചെയ്യാനായിട്ടുള്ള അവകാശമില്ല. സോ ആര് ടാക്സ് അടച്ചോളണം, എക്സ് എന്ന് പറയുന്ന കോമ്പോസിറ്റ് ഡീലർ ടാക്സ് അടച്ചോളണം. നമ്മൾ ചിന്തിക്കുന്ന അത്ര എളുപ്പത്തിലുള്ള കാര്യവും ഒന്നുമല്ല കോമ്പോസിഷൻ ലെവി സ്കീം എന്ന് പറയുന്നത്. അതിന് ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്, ഒരു 20ലധികം കണ്ടീഷൻസ് അതിലൊക്കെ ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ മെയിൻ കണ്ടീഷൻസ് എന്നുള്ളത് നമുക്ക് പഠിച്ചു നോക്കാം. ഓക്കെ, കണ്ടീഷൻസ്. ഓക്കെ, എന്തൊക്കെയാണ് അതിൻ്റെ മെയിൻ കണ്ടീഷൻ? ഫസ്റ്റ് വൺ പറയുന്നത് ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ നോട്ട് അലൗഡ്. അതായത് ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ നടക്കില്ല. അതായത്
ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, സപ്ലൈ നടക്കില്ല. അപ്പോൾ ഒരു കോമ്പോസിറ്റ് ഡീലർ, ആ എക്സിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ എക്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല, കേരളത്തിലാണ് അദ്ദേഹം കോമ്പോസിറ്റ് ഡീലർഷിപ്പ് എടുത്ത് ഇരിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് തമിഴ്നാട്ടിലേക്കോ അല്ലെങ്കിൽ കർണാടകയിലേക്കോ അല്ലെങ്കിൽ ജമ്മു ആൻഡ് കാശ്മീരിലേക്കോ മറ്റൊരു സംസ്ഥാനത്തായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഗുഡ്സ് സപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. ദാറ്റ് ഈസ് ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ എന്താണ്, അലോ ചെയ്തിട്ടില്ല. രണ്ടാമത്തെ പോയിൻ്റാണ് ഷാൽ നോട്ട് കളക്ട് ടാക്സ്. ടാക്സ് കളക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അതായത് സാധാരണ രജിസ്റ്റേർഡ് ഡീലറാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, GST കളക്ട് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സാധാരണ GST റേറ്റിലുള്ള ടാക്സ് കളക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അവർക്ക് ഒരു ടാക്സ് റേറ്റും കളക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അതായത് ഒരു ഗുഡ്സ് വിറ്റ് കഴിഞ്ഞാൽ ടാക്സ് കളക്ട് ചെയ്യാനേ പറ്റില്ല. എന്നാൽ കോമ്പോസിറ്റ് ഡീലേഴ്സൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ആ ടാക്സും കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കും ചിലപ്പോൾ അവർ എന്ത് ചെയ്യുന്നത്, പ്രൊഡക്റ്റ് വിൽക്കുന്നത്. പക്ഷേ അവർ ആ ബില്ല് സപ്ലൈ ചെയ്യുമ്പോൾ, അതായത് ഒരു പ്രൊഡക്റ്റ് വിൽക്കുമ്പോൾ ആ ബില്ല് കൊടുക്കുമ്പോൾ അതിൽ എന്ത് കാണിക്കാൻ പാടില്ല, ടാക്സ് കാണിക്കാനായിട്ട് പാടില്ല, ടാക്സ് കളക്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് അതിൻ്റെ നിയമവശം പറയുന്നത്. ഇനി മൂന്നാമത്തെ കണ്ടീഷൻസ് ആണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നോട്ട് അലൗഡ്. അതായത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടുകയുമില്ല. ഓക്കെ, സാധാരണ GST ഡീലേഴ്സിന് എന്ത് കിട്ടും, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടും. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിന് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്, അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, ഒന്ന് പോയി നോക്കുക. അപ്പോൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്ന സംഭവം ആർക്ക് അലൗഡ് അല്ല, ഈ പറയുന്ന കോമ്പോസിറ്റ് ഡീലർക്ക് അലൗഡ് അല്ല. അപ്പോൾ ഇത് ഏറ്റവും വലിയ ന്യൂനതയാണ്. അതായത് ടാക്സ് കളക്ട് ചെയ്യാനും പറ്റില്ല, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ത് ചെയ്യാൻ പറ്റില്ല, അലോ ചെയ്യുക, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ത് ചെയ്യില്ല, അവർക്ക് കിട്ടുമില്ല. അപ്പോൾ ഇവരെ സംബന്ധിച്ച് പർച്ചേസ് ചെയ്യുന്ന എല്ലാ പ്രൊഡക്റ്റുമേലും ഇവർ ടാക്സ് അടയ്ക്കേണ്ടി വരും. എന്നാൽ ആ പ്രൊഡക്റ്റ് മറ്റൊരാൾക്ക് വിറ്റ് കഴിഞ്ഞാൽ ടാക്സ് കളക്ട് ചെയ്യാൻ പറ്റില്ല. ഇനി അടച്ച ടാക്സ് തിരിച്ചു കിട്ടും, അത് കിട്ടുകയുമില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പോരായ്മ എന്നുള്ളത്. അതായത് ചെറിയൊരു പെർസെൻറ്റേജ് ടാക്സ് അടച്ചാൽ മതി, അതുപോലെ തന്നെ ടാക്സിൻ്റെ കോംപ്ലിയൻസ് കുറവാണ്, റിട്ടേൺ സബ്മിറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ഡീറ്റെയിൽസ് മാത്രം സബ്മിറ്റ് ചെയ്താൽ മതി. സാധാരണ രജിസ്റ്റേർഡ് ഡീലേഴ്സ് ഒരു മാസത്തിൽ റിട്ടേൺ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഇവർ 3 മാസം കൂടുമ്പോൾ സബ്മിറ്റ് ചെയ്താൽ മതി എന്നുള്ള ആനുകൂല്യങ്ങളെല്ലാം ഉണ്ടെങ്കിലും ഇവിടെ ധനനഷ്ടം കൂടുതൽ ആർക്ക് തന്നെയാണ്, കോമ്പോസിറ്റ് ലെവി സ്കീമിലുള്ള ഡീലേഴ്സിന് തന്നെയാണ്. ഇനിയുമുണ്ട് കണ്ടീഷൻസ്. നെക്സ്റ്റ് കണ്ടീഷൻ എന്താണെന്നുള്ളത് നോക്കാം. ഇഷ്യൂ ബിൽ ഓഫ് സപ്ലൈ, ഓക്കെ, ഇൻസ്റ്റെഡ് ഓഫ് ഇൻവോയിസ്. ഓക്കെ, അതായത് ടാക്സ് ഇൻവോയിസ്. അതായത് സാധാരണ രീതിയിൽ ഒരു രജിസ്റ്റേർഡ് ഡീലർ മറ്റൊരാൾക്ക് ഗുഡ്സ് വിൽക്കുകയാണെങ്കിൽ അവിടെ ഇഷ്യൂ ചെയ്യേണ്ടത് എന്താണ്, ടാക്സ് ഇൻവോയിസ് ആണ്. ഓക്കെ, ടാക്സ് ഇൻവോയിസ് ആണ് അദ്ദേഹം ഇഷ്യൂ ചെയ്യേണ്ടത്. ഓക്കെ, നമ്മളെല്ലാവരും ടാക്സ് ഇൻവോയിസ് കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഹോട്ടലിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റൊക്കെ പോയിട്ട് മേടിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു നമുക്കൊരു ഇൻവോയ്സ് കിട്ടുന്നത്, ബില്ലെന്നല്ല എന്നെ പറയണത്, ഇൻവോയ്സ്. ആ ഇൻവോയ്സിൽ എന്തൊക്കെ കാണിച്ചിട്ടുണ്ടാവും, CGST ഇത്ര പെർസെൻറ്റേജ് അറ്റ് ദ റേറ്റ് ഓഫ് 2.5%, SGST ഇത്ര അറ്റ് ദ റേറ്റ് ഓഫ് 2.5% എന്നൊക്കെ പറഞ്ഞ് കാണിച്ചിട്ടുണ്ടാവും. അതിനെയാണ് എന്ത് വിളിക്കുന്നത്, ഇൻവോയ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, പക്ഷേ ഒരു കോമ്പോസിറ്റ് ഡീലറിൻ്റെ അടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും ആ കോമ്പോസിറ്റ് ഡീലർ ടാക്സ് ഇൻവോയ്സ് സപ്ലൈ ചെയ്യാൻ പാടില്ല. അതായത് ടാക്സ് കളക്ട് ചെയ്യാനായിട്ട് പാടില്ല, അദ്ദേഹത്തിന് ടാക്സ് കളക്ട് ചെയ്യാനുള്ള അധികാരമില്ല. അദ്ദേഹം എന്ത് മാത്രമേ കൊടുക്കാവുള്ളൂ, ഇഷ്യൂ ബിൽ ഓഫ് സപ്ലൈ മാത്രമേ കൊടുക്കാവുള്ളൂ, ബില്ല് മാത്രമേ കൊടുക്കാവുള്ളൂ. പക്ഷേ ബില്ല് കൊടുക്കൽ നിർബന്ധം തന്നെയാണ്. ഇനി അടുത്തത് എന്താണ് കണ്ടീഷൻ നോക്കാം. നോ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ടു ദോസ് ഹൂ പർച്ചേസ് ഫ്രം ഹിം. അതായത് ഒരു കോമ്പോസിറ്റ് ഡീലറിൻ്റെ അടുത്ത് നിന്ന് സാധാരണ ഒരു രജിസ്റ്റേർഡ് ഡീലർ പർച്ചേസ് ചെയ്യുകയാണെന്നിരിക്കട്ടെ, അദ്ദേഹത്തിന് എന്ത് കിട്ടില്ല, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടില്ല. ഉദാഹരണം പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ ഒരു കോമ്പോസിറ്റ് ഡീലർ, ഇപ്പോൾ എക്സ് എന്ന് പറയുന്ന ഒരു കോമ്പോസിറ്റ് ഡീലർ, ആ കോമ്പോസിറ്റ് ഡീലറിൽ നിന്ന് നമ്മളൊരു പ്രൊഡക്റ്റ് മേടിക്കുകയാണ്. അപ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് മേടിക്കുമ്പോൾ നമ്മൾ ആരല്ല, രജിസ്റ്റേർഡ് ഡീലറല്ല, സാധാരണ കസ്റ്റമറാണ്. ഓക്കെ, അപ്പോൾ സാധാരണ കസ്റ്റമർ ആയിട്ടുള്ള നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സ് എന്ന് പറയുന്ന കോമ്പോസിറ്റ് ഡീലറിൽ നിന്ന് ഒരു ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നു. ആ ഗുഡ്സ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം നമുക്ക് തരുന്നത് എന്താണ്, ബിൽ ഓഫ് സപ്ലൈ ആണ്. ഓക്കെ, ബിൽ ഓഫ് സപ്ലൈ ആണ്, ശരിയല്ലേ? കാരണം എന്താണ്, ഇദ്ദേഹത്തിന് എന്തുമാത്രം ഇഷ്യൂ ചെയ്യാനുള്ള അധികാരമുള്ളൂ, ബിൽ ഓഫ് സപ്ലൈ മാത്രം കൊടുക്കാനുള്ള അധികാരമുള്ളൂ. അതായത് എക്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല, മറ്റുള്ള ആളുകളിൽ നിന്ന്, അതായത് നമ്മളിൽ നിന്നോ അല്ലെങ്കിൽ വേറെ ആരിൽ നിന്നോ എന്ത് ചെയ്യാൻ പറ്റില്ല, ടാക്സ് കളക്ട് ചെയ്യാനായിട്ടുള്ള അധികാരമില്ല. ഇനി അതേസമയം എക്സ് എന്ന് പറയുന്ന വ്യക്തി എന്താണ്, അദ്ദേഹം ഒരു കോമ്പോസിറ്റ് ഡീലറാണ്. ഈ എക്സ് എന്ന് പറയുന്ന കോമ്പോസിറ്റ് ഡീലറിൽ നിന്ന് എന്ത് ചെയ്യുന്നു, റിലയൻസ് എന്ന് പറയുന്ന കമ്പനി
റിലയൻസ് എന്നുള്ള കമ്പനി ഉറപ്പായിട്ട് എന്തായിരിക്കും, സാധാരണ രജിസ്റ്റേഡ് ഡീലർ ആയിരിക്കും, ഒരിക്കലും കോമ്പോസിറ്റ് ഡീലർ ആയിരിക്കില്ല. ഓക്കെ, അത് വലിയ കമ്പനിയാണല്ലോ, 1.5 crore മുകളിലുണ്ട്, തീർച്ചയായിട്ടും അവരെന്തായിരിക്കും, സാധാരണ രജിസ്റ്റേഡ് ഡീലർ ആയിരിക്കും. സോ റിലയൻസ് എന്ന് പറയുന്ന കമ്പനി എക്സിൽ നിന്നൊരു പ്രൊഡക്റ്റ് മേടിക്കുന്നു. അപ്പോൾ എക്സ് റിലയൻസിന് കൊടുക്കുന്നത് എന്തായിരിക്കും, ബിൽ ഓഫ് സപ്ലൈ തന്നെ ആയിരിക്കും. കാരണം ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ടാക്സ് ഇൻവോയ്സ് കൊടുക്കാനായിട്ട് സാധിക്കില്ല. ഇനി റിലയൻസ് എന്ന് പറയുന്ന കമ്പനിക്ക് എക്സിന് ടാക്സ് കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. കാരണം എന്തുകൊണ്ടാണ്, എക്സ് എന്ന് പറയുന്നത് സാധാരണ രജിസ്റ്റേഡ് ഡീലറല്ല, ഏത് ഡീലറാണ്, കോമ്പോസിറ്റ് ടാക്സ് ഡീലറാണ്. ഓക്കെ, ഇനി എന്തു ആയിക്കൊള്ളട്ടെ, റിലയൻസ് എന്ത് ചെയ്യുന്നു, കുഴപ്പമില്ല, എക്സിൽ നിന്ന് പ്രൊഡക്റ്റ് മേടിക്കാമെന്ന് വിചാരിച്ച് മേടിച്ചു. അങ്ങനെ മേടിച്ചു കഴിഞ്ഞാൽ റിലയൻസിന് എന്ത് കിട്ടില്ല, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടില്ല. അതായത് ഇദ്ദേഹം മേടിച്ച പ്രൊഡക്റ്റ്, എക്സിൽ നിന്ന് മേടിച്ച പ്രൊഡക്റ്റ് മേലെ വരുന്ന ടാക്സ് എമൗണ്ടിൻ്റെ ക്രെഡിറ്റ് ആർക്ക് കിട്ടില്ല, റിലയൻസിന് കിട്ടില്ല എന്നൊരു സാരം. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ കോമ്പോസിഷൻ ഡീലർക്ക് ആരിലേക്ക് മാത്രമേ ഗുഡ്സ് വിൽക്കാൻ പറ്റുള്ളൂ, സാധാരണ ഒരു എൻഡ് കൺസ്യൂമറിലേക്ക് മാത്രമേ ഗുഡ്സ് വിൽക്കാൻ പറ്റുള്ളൂ. മറ്റുള്ള ആളുകളിലേക്ക് വിൽക്കുന്നതിൽ കുഴപ്പമില്ല, പക്ഷേ മറ്റുള്ള സാധാരണ രജിസ്റ്റേഡ് ഡീലറൊന്നും വന്ന് എന്ത് ചെയ്യില്ല, ഒരു കോമ്പോസിറ്റ് ഡീലറിൻ്റെ അടുത്തുനിന്ന് സാധനങ്ങൾ വന്ന് മേടിക്കില്ല. കാരണം എന്തുകൊണ്ടാണ്, അവരെ സംബന്ധിച്ച് ടാക്സ് ഇൻവോയ്സ് കിട്ടില്ല, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടുകയുമില്ല. അപ്പോൾ പിന്നെ അവർ അത് അങ്ങനെ ബുദ്ധിമുട്ടോ ഇല്ല. അവരെന്ത് ഈ പറയുന്ന കോമ്പോസിറ്റ് ഡീലറിൻ്റെ അടുത്ത് സാധനങ്ങൾ മേടിക്കാതെ വരും. അപ്പോൾ കോമ്പോസിറ്റ് ഡീലറെ സംബന്ധിച്ച് കച്ചവടം കുറയാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇതും ഒരു കോമ്പോസിഷൻ സ്കീമിൻ്റെ ഒരു ന്യൂനതയായിട്ട് തന്നെ പറയും. അടുത്തതാണ് നോട്ട് ബി എൻഗേജ്ഡ് ഇൻ സർവീസസ്. അതായത് സർവീസസിലൊന്നും അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ചെയ്യാനായിട്ട് പറ്റില്ല. അതായത് സാധാരണ രീതിയിലുള്ള സർവീസൊന്നും ഈ കോമ്പോസിറ്റ് ഡീലർക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റും എന്തൊക്കെയാണ്, റെസ്റ്റോറൻറ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ റെസ്റ്റോറൻറ്റിൻ്റെ ടീമിനൊക്കെ കോമ്പോസിഷൻ സ്കീം എടുക്കാനായിട്ട് പറ്റും. പിന്നെ ബാക്കിയുള്ള ഏതൊക്കെ തരത്തിലുള്ള സർവീസുകളുണ്ടോ അങ്ങനെ ചെയ്യുന്ന സർവീസ് ചെയ്യുന്ന ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, കോമ്പോസിഷൻ സ്കീം എടുക്കാനായിട്ട് സാധിക്കില്ല. അതും കോമ്പോസിഷൻ സ്കീമിൻ്റെ ഒരു ന്യൂനതയാണ്. അപ്പോൾ ചെറുകിട കച്ചവടക്കാർക്ക് എടുക്കാനായിട്ട് പറ്റും, പക്ഷേ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നവരാണ്, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കോമ്പോസിഷൻ സ്കീം എടുക്കാൻ പറ്റില്ല. സർവീസ് ചെയ്യുന്ന ആർക്ക് മാത്രമേ കോമ്പോസിഷൻ സ്കീം എടുക്കാനായിട്ടുള്ള അധികാരമുള്ളൂ, റെസ്റ്റോറൻറ്റ്, അതായത് ഭക്ഷണശാലകൾ, അവർക്ക് മാത്രമേ കോമ്പോസിഷൻ സ്കീം എടുക്കാനായിട്ടുള്ള അധികാരമുള്ളൂ. പിന്നെ സാധാരണ മാനുഫാക്ചർക്കും ട്രേഡേഴ്സിനൊക്കെ എടുക്കാം, പക്ഷേ അവർ ചെയ്യുന്ന എന്തല്ല, സർവീസ് അല്ല ചെയ്യുന്ന, അവരെന്താണ്, ഗുഡ്സ് വിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ സർവീസ് ചെയ്യുന്ന ആർക്കും തന്നെ കോമ്പോസിഷൻ സ്കീം എടുക്കാൻ പറ്റില്ല, റെസ്റ്റോറൻറ്റ് ഒഴികെ. റെസ്റ്റോറൻറ്റ് എന്ത് ചെയ്യാൻ പറ്റും, കോമ്പോസിഷൻ സ്കീം എടുക്കാനായിട്ട് സാധിക്കും. 7th വണ്ണാണ് കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ. കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ. ഓക്കെ, എന്താണ് കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ എന്ന് വെച്ചാൽ, ഒക്കേഷണൽ ബിസിനസ് നടത്തുന്നവർ. അതായത് ഇപ്പോൾ ഒരു തൽക്കാലത്തിട്ട് ഇപ്പോൾ മറൈൻ ഡ്രൈവിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രത്യേക ഒരു നിരന്ന പറമ്പിലൊക്കെ വന്നിട്ട് ഒരു എക്സ്പോ പോലെയൊക്കെ വന്നിട്ട് കണ്ടക്ട് ചെയ്യാറുണ്ട്. അതായത് ഒരു 2 മാസത്തേക്ക് 3 മാസത്തേക്കൊക്കെ വന്നിട്ട് എന്ത് ചെയ്യും, അവരൊരു തമ്പൊക്കെ അടിച്ചിട്ട് അതിൽ കൊണ്ടുവന്നിട്ട് കുറച്ച് സ്റ്റാളുകളൊക്കെ വെച്ചിട്ട് തൽക്കാലത്തായിട്ട് മാത്രം ബിസിനസ് നടത്തുന്ന ആൾക്കാരുണ്ട്. അവരെയാണ് ഇത് വിളിക്കുന്നത് കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ. ദാറ്റ് ഈസ് ഒക്കേഷണലി ട്രാൻസാക്ഷൻസ് നടത്തുന്നവർ. അവർക്കും എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, ഈ പറയുന്ന കോമ്പോസിഷൻ സ്കീം എടുക്കാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ 8ാമത്തെ ആളാണ് നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൺ. ഓക്കെ, ആരാണ് നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൺ? അതായത് ഇന്ത്യയിൽ അവർക്കൊരു സ്ഥിരതാമസമല്ല. ഇപ്പോൾ വിദേശിയായിട്ടുള്ളൊരു വ്യക്തി, അദ്ദേഹം എന്ത് ചെയ്യുന്നു, തൽക്കാലത്തായിട്ട് വന്നിട്ട് ഇന്ത്യയിൽ വന്ന് കുറച്ചുകൂടെ ബിസിനസ് നടത്തുന്നു, വരുമാനം ഉണ്ടാക്കിയതിന് ശേഷം ഇന്ത്യ വിട്ടു പോകുന്നു. അതായത് ഇന്ത്യയിൽ സ്ഥിരമായിട്ട് നിൽക്കുന്നില്ല. ഓക്കെ, അതിനാണ് പറയുന്നത് നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൺ എന്ന് പറയുന്നത്. അവർക്കും എന്ത് ചെയ്യാൻ സാധിക്കില്ല, കോമ്പോസിഷൻ സ്കീം എടുക്കാനായിട്ട് സാധിക്കില്ല. കാരണം കോമ്പോസിഷൻ സ്കീമിൻ്റെ ഡീലേഴ്സ് എപ്പോഴാണ് റിട്ടേൺ സബ്മിറ്റ് ചെയ്യേണ്ടത്, 3 മാസം കൂടുമ്പോഴാണ് റിട്ടേൺ സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ വേണമെങ്കിൽ കോമ്പോസിഷൻ സ്കീം ഇവർക്ക് എടുക്കാൻ പറ്റണമെങ്കിൽ അവരെന്ത് ചെയ്യും, 1 മാസം കൊണ്ട് ബിസിനസ് നടത്തിയിട്ട് അവരെന്ത് ചെയ്യും, ഇവിടുന്ന് സ്ഥലം വിട്ട് വേറെ അന്യരാജ്യത്തോട്ട് പോകും. ഓക്കെ, സോ അതുകൊണ്ട് ഈ കാഷ്വൽ ടാക്സബിൾ പേഴ്സണും നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൺ എന്ത് ചെയ്യാൻ സാധിക്കില്ല, കോമ്പോസിഷൻ സ്കീം എടുക്കാനായിട്ട് സാധിക്കില്ല. അടുത്തത് 10ാമത്തെ കണ്ടീഷനാണ് കോമ്പോസിറ്റ് ടാക്സബിൾ പേഴ്സൺ. ഓക്കെ, കോമ്പോസിറ്റ് ടാക്സബിൾ പേഴ്സൺ ആണ്, അല്ലെങ്കിൽ കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സൺ ആണെന്ന് ഇവരെന്ത് ചെയ്യണം, സൈൻ ബോർഡിൽ കാണിച്ചിരിക്കണം. ഓക്കെ, അതായത് സാധാരണ രീതിയിലുള്ള ഒരു GSTയുടെ ഡീലറാണെങ്കിൽ അവരുടെ കടയുടെ ഫ്രണ്ടിലായിട്ട്, ആ ഷോപ്പിൻ്റെ ഫ്രണ്ടിലായിട്ട് GSTIN നമ്പർ എന്നുള്ള നമ്പർ കാണിച്ചിരിക്കണം, നിർബന്ധമാണത്. ഓക്കെ, അതുപോലെ തന്നെ കോമ്പോസിഷൻ ഡീലറാണെങ്കിൽ അവരെന്ത് കാണിച്ചിരിക്കണം,
കടയുടെ ഫ്രണ്ടിലും അവരുടെ മറ്റേ ലെറ്റർ പാഡ് അങ്ങനെയുള്ള അവരുടെ ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണോ അവിടെ എന്ത് കാണിച്ചിരിക്കുകയാണ് നിർബന്ധമായിട്ടും കോമ്പോസിറ്റ് ടാക്സബിൾ പേഴ്സൺ അല്ലെങ്കിൽ കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സൺ എന്ന് നിർബന്ധമായിട്ടും അദ്ദേഹം കാണിച്ചിരിക്കണം. ഇനി 11ാമത്തെ കണ്ടീഷൻ പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഗെയിൻ കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സൺ എന്ന് എവിടെയും കാണിച്ചിരിക്കണം. ഇവരെന്താ പ്രൊവൈഡ് ചെയ്യുന്ന ഒരാൾക്ക് ഗുഡ്സ് വിറ്റ് കഴിഞ്ഞാൽ അവർ കൊടുക്കുന്നത് എന്താ? ടാക്സ് ഇൻവോയ്സ് ആണോ ബിൽ ഓഫ് സപ്ലൈ ആണോ? ബിൽ ഓഫ് സപ്ലൈ. സോ ബിൽ ഓഫ് സപ്ലൈയിൽ ഇദ്ദേഹം കാണിച്ചിരിക്കുന്നത് എന്താണ്? കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സൺ ആണെന്നും അതുപോലെ തന്നെ എന്ത് ചെയ്യാനുള്ള അധികാരമില്ല, എനിക്ക് ടാക്സ് മേടിക്കാനായിട്ടുള്ള അധികാരമില്ല എന്നുള്ളത് കൂടി കാണിച്ചിരിക്കണം. അതായത് നോട്ട് എലിജിബിൾ ടു കളക്ട് ടാക്സ്. ഓക്കെ, ഇങ്ങനെ 2 കാര്യം എവിടെ കാണിച്ചിരിക്കണം? ബിൽ ഓഫ് സപ്ലൈയിൽ കാണിച്ചിരിക്കണം. അപ്പോൾ ഒരു കോമ്പോസിറ്റ് ഡീലർ ചെയ്യേണ്ട മെയിനായിട്ടുള്ള 2 കാര്യങ്ങളാണെന്ത്? അവിടെ സൈൻ ബോർഡിൽ കാണിക്കണം കോമ്പോസിറ്റ് ടാക്സബിൾ പേഴ്സൺ ആണ്. രണ്ടാമത് ബിൽ ഓഫ് സപ്ലൈയിൽ കാണിക്കണം കോമ്പോസിറ്റ് ടാക്സബിൾ പേഴ്സൺ ആണ്, നോട്ട് എലിജിബിൾ ടു കളക്ട് ടാക്സ്, എനിക്ക് ടാക്സ് കളക്ട് ചെയ്യാനുള്ള അധികാരമില്ല എന്നുള്ളത് കൂടി അദ്ദേഹം എന്ത് ചെയ്യണം? കാണിച്ചിരിക്കണം. ഇനി അടുത്ത കണ്ടീഷനാണ് 12ാമത്തെ കണ്ടീഷനാണ്. ജൂലൈ 1, 2017 ഒന്നാണല്ലോ GST വരുന്നത്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇൻ്റർസ്റ്റേറ്റ് ട്രേഡ് നടത്തിയ ഗുഡ്സ്, ഓക്കെ, അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇൻ്റർസ്റ്റേറ്റ് ട്രേഡ് നടത്തിയ ഗുഡ്സ്, അതായത് അന്യ സംസ്ഥാനത്ത് നിന്ന് മേടിച്ച ഗുഡ്സ് ഇദ്ദേഹത്തിൻ്റെ കയ്യിലില്ല എന്ന് എന്ത് ചെയ്തോളാം? ഉറപ്പ് വരുത്തിക്കൊള്ളാം. അതായത് ജൂലൈ 1, 2017 ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ എന്ത് പാടില്ല? അന്യ സംസ്ഥാനത്ത് നിന്ന് ഗുഡ്സ് മേടിച്ചത് പാടില്ല. ദർ ഇസ് നോ സ്റ്റോക്ക്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ എന്തേ പാടില്ല? സ്റ്റോക്ക് പാടില്ല. ഓക്കെ, 2ാമത്തെ കേസ്. ഓക്കെ, 12. ഇനി അടുത്ത 13ാമത്തെയാണ്. നോ സ്റ്റോക്ക് ഓഫ് പർച്ചേസ് ഫ്രം അൺരജിസ്റ്റേർഡ് ഡീലർ. അതായത് ജൂലൈ 1, 2017 GSTയുടെ രജിസ്ട്രേഷൻ എടുക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ എന്ത് പാടില്ല? അൺരജിസ്റ്റേർഡ് ഡീലറിൻ്റെ അടുത്ത് നിന്ന് മേടിച്ച ഗുഡ്സും പാടില്ല. ഓക്കെ, ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ജൂലൈ 1-ാം തീയതി അന്യ സംസ്ഥാനത്ത് നിന്ന് മേടിച്ച ഗുഡ്സും അദ്ദേഹത്തിൻ്റെ കയ്യിൽ പാടില്ല, അൺരജിസ്റ്റേർഡ് ഡീലറിൻ്റെ അടുത്ത് നിന്ന് മേടിച്ച ഗുഡ്സും അദ്ദേഹത്തിൻ്റെ കയ്യിൽ പാടില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇനി അടുത്തൊരു കണ്ടീഷനാണ് പാൻ കാർഡിൻ്റെ ഒരു സംഭവമാണ് പറയുന്നത്. 14th പോയിന്റ്. ഓക്കെ, അതായത് 14th പോയിന്റ് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്കൊരു പാൻ കാർഡ് ഉണ്ട്. ഓക്കെ, പാൻ കാർഡ് എന്ന് വെച്ചാൽ എന്താണ്? പെർമനൻറ്റ് അക്കൗണ്ട് നമ്പറുള്ളൊരു കാർഡാണ്. ഓക്കെ, ഈ എൻ്റെ ഒരു പാൻ കാർഡ് വെച്ചിട്ട് എനിക്കിഷ്ടം ഒരു 3-4 ഹോട്ടൽ കേരളത്തിലുണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ബിരിയാണി ഷോപ്പ് എന്ന് പറഞ്ഞൊരു കടയുണ്ട്. ഓക്കെ, അത് എറണാകുളത്തും ഉണ്ട്, അതുപോലെ തന്നെ കോഴിക്കോട്, അതുപോലെ തന്നെ ഇടുക്കി, ഇങ്ങനെ ഒരു 2-3 ഡിസ്ട്രിക്റ്റിൽ എനിക്ക് എന്തുണ്ട്? ഒരു സെയിം പാൻ കാർഡ് വെച്ചിട്ട് തന്നെ ഒരു 2-3 ഷോപ്പുകളുണ്ട്. ഓക്കെ, ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഈ 3 ഷോപ്പുകളിലെ കൂടിയും ആ ടേൺ ഓവർ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 1.5 crore താഴെയാണ്. ലെസ് ദാൻ 1.5 crore ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യേണ്ട കാര്യമില്ല? ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല. അതായത് എനിക്ക് എന്തെടുക്കാം? കോമ്പോസിഷൻ സ്കീം എടുക്കാം. ഓക്കെ, അതിനുശേഷം ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എറണാകുളത്ത് തുടങ്ങി, കോഴിക്കോട് തുടങ്ങി, ഇടുക്കിയിലും തുടങ്ങി. ഓക്കെ, ഇനി അടുത്തത് ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തൃശ്ശൂർ ഒരെണ്ണം തുടങ്ങുകയാണ്. തൃശ്ശൂർ. ഓക്കെ, തൃശ്ശൂർ ഞാൻ തുടങ്ങുന്ന സമയത്ത് കോമ്പോസിഷൻ സ്കീം എടുക്കുന്നില്ല. പകരം ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? എൻ്റെ ഈ പാൻ നമ്പർ വെച്ചിട്ട് സാധാരണ രജിസ്ട്രേഷൻ സ്കീം എടുക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എറണാകുളത്തും കോഴിക്കോടും ഇടുക്കിയിലുള്ളതൊക്കെ എന്തായിട്ട് മാറും? കാരണം വെച്ചാൽ സെയിം പാൻ നമ്പർ അല്ലേ, ആ 3 സ്ഥലത്തെയും ഷോപ്പ് എന്തായിട്ട് മാറും? സാധാരണ രജിസ്റ്റേർഡ് ഡീലർഷിപ്പിലേക്ക് മാറും. ഓക്കെ, അതായത് ഞാൻ പുതിയതായിട്ട് ഓൾറെഡി 3 ഉണ്ടായിരുന്നു. ഈ 3 കോമ്പോസിഷൻ സ്കീമായിരുന്നു. ഈ 3 ഒരേ പാൻ നമ്പർ തന്നെയാണ് ഞാൻ കാണിച്ചത്. 4ാമത്തെ ഷോപ്പ് തൃശ്ശൂർ തുടങ്ങി, അവിടെ ഞാൻ സെയിം പാൻ നമ്പർ, എൻ്റെ പെർമനൻറ്റ് അക്കൗണ്ട് നമ്പർ തന്നെ കാണിച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യേണ്ടത്? രജിസ്ട്രേഷൻ എടുക്കേണ്ടത്. സോ അവിടെ വരുമ്പോഴത്തേക്കും തൃശ്ശൂർ വന്നപ്പോഴത്തേക്ക് ഞാൻ തീരുമാനിച്ചു എനിക്ക് എന്ത് കിട്ടണം? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടണം. ഇപ്പോൾ ഇവിടെ നിന്നൊന്നും എറണാകുളത്ത് നിന്നോ കോഴിക്കോട് നിന്ന് ഇടുക്കിയിൽ നിന്നൊന്നും കിട്ടുന്നില്ല. സോ എനിക്ക് തൃശ്ശൂരിൽ നിന്ന് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടണം എന്ന് ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? കോമ്പോസിഷൻ സ്കീം വേണ്ടെന്ന് വെച്ചിട്ട് എന്ത് ചെയ്യും? പുതിയ സാധാരണ രജിസ്ട്രേഷൻ സ്കീമിലേക്ക് ഞാൻ എന്ത് ചെയ്യും? അവിടെ രജിസ്റ്റർ ചെയ്യും. അങ്ങനെ തൃശ്ശൂർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എറണാകുളത്തിൻ്റെയും കോഴിക്കോടിൻ്റെയും ഇടുക്കിൻ്റെയും എന്ത് പോവും? കോമ്പോസിഷൻ ഡീലർഷിപ്പ് പോവുകയും അത് ഏതിലേക്ക് മാറുകയും ചെയ്യും? സാധാരണ രജിസ്റ്റേർഡ് ഡീലർഷിപ്പിലേക്ക് മാറുകയും ചെയ്യും. ഇനി അടുത്തതാണ് 15th വൺ. എനി ഇൻറ്റിമേഷൻ ഓർ വിഡ്രോവൽ
of 1 unit may applicable to other. അതായത് ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനും തൃശ്ശൂരും എന്താ ചെയ്തത്, എനിക്ക് എറണാകുളത്തും കോഴിക്കോടും ഇടുക്കിയിലും തൃശ്ശൂരും ഞാൻ കോമ്പോസിഷൻ ഡീലർഷിപ്പ് എടുത്തത്. ഓക്കെ, പക്ഷേ യാദൃശികമായിട്ട് തൃശ്ശൂരിലെ ഡീലർഷിപ്പ് എന്ത് ചെയ്തു, ഗവൺമെൻറ് പറഞ്ഞു, അതിൻ്റെ GSTയുടെ അതോറിറ്റി പറഞ്ഞു എന്താണ്, അത് കോമ്പോസിഷൻ ഡീലർഷിപ്പ് പറ്റില്ല, സാധാരണ ഡീലർഷിപ്പ് പറ്റുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, എനി ഇൻറ്റിമേഷൻ ഓർ വിഡ്രോവൽ ഓഫ് 1 യൂണിറ്റ്, അതായത് ഗവൺമെൻറ് ഇൻറ്റിമേഷൻ പറഞ്ഞു തൃശ്ശൂരിലെ സംഭവം കോമ്പോസിഷൻ ഡീലർഷിപ്പ് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എറണാകുളത്തെയും കോഴിക്കോടിൻ്റെ ഇടുക്കിയിലും എന്തായിട്ട് മാറും, അത് ക്യാൻസലായിട്ട് മാറും. അത് മറ്റുള്ള അതർ യൂണിറ്റ്സിനെയും അത് അഫക്റ്റ് ചെയ്യും. ഇനി ഞാൻ സ്വയമേ തീരുമാനിക്കുകയാണ്, ഓൾറെഡി എറണാകുളം, കോഴിക്കോട്, ഇടുക്കി, തൃശ്ശൂർ ഇത് 4 എന്ത് ചെയ്തിട്ടുണ്ട്, കോമ്പോസിഷൻ സ്കീമിലാണ്. ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ തീരുമാനിച്ചു തൃശ്ശൂരിൽ എനിക്ക് സാധാരണ രജിസ്റ്റേർഡ് ഡീലർഷിപ്പിലേക്ക് മാറ്റണമെന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എറണാകുളം, കോഴിക്കോട്, ഇടുക്കിയിലുള്ള എല്ലാ ഡീലർഷിപ്പും ഇതിലേക്ക് മാറും, സാധാരണ രജിസ്ട്രേഷൻ സ്കീമിലേക്ക് മാറും. കോമ്പോസിഷൻ ലെവി സ്കീമിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇതാണ് അടുത്ത കണ്ടീഷൻ. ഇനി നെക്സ്റ്റ് കണ്ടീഷനാണ്, ഓക്കെ, ടേൺ ഓവർ. നമ്മൾ പറഞ്ഞ ടേൺ ഓവറിൻ്റെ ലിമിറ്റ് എത്രയാണ്, 1.5 crore പറഞ്ഞത്. അപ്പോൾ 1.5 crore മുകളിൽ പോയി കഴിഞ്ഞാൽ, എബോവ് ആയി കഴിഞ്ഞാൽ അപ്പോഴും എന്താവും, കോമ്പോസിഷൻ സ്കീം ലാപ്സ് ആയി പോകും. അടുത്തത് 17ാമത്തെ പോയിൻ്റാണ്, പേ ടാക്സ് അറ്റ് റെഗുലർ റേറ്റ് when he purchases from unregistered dealer. ഓക്കെ, അതായത് ഇദ്ദേഹം എന്ത് ചെയ്തു, ഒരു കോമ്പോസിറ്റ് ഡീലർ അൺരജിസ്റ്റേർഡ് ഡീലറിൻ്റെ അടുത്ത് നിന്ന് ഗുഡ്സ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്തോളാം, സാധാരണ റേറ്റിൽ തന്നെ ടാക്സ് അടച്ചോളാം. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അൺരജിസ്റ്റേർഡ് ഡീലറിൻ്റെ അടുത്ത് നിന്ന് ഒരാൾ പർച്ചേസ് ചെയ്യാനാണ് ഇപ്പോൾ മേടിക്കുന്നത്, ഇപ്പോൾ 5% ടാക്സബിൾ ഗുഡ്സാണ് മേടിക്കണമെങ്കിൽ ഇദ്ദേഹം എന്ത് ചെയ്തോളാം, 5% ടാക്സ് അടച്ചോളാം. ഓക്കെ, ഇനി 12% ടാക്സബിൾ ഗുഡ്സാണ് മേടിക്കുന്നത്, 12% ടാക്സ് അടച്ചോളാം. ഇപ്പോൾ ഇദ്ദേഹം മേടിക്കുന്നത് ഒരു മൊബൈൽ ഫോണാണെങ്കിൽ എത്ര ശതമാനമാണ്, 18% ടാക്സ്. സോ 18% എന്ത് ചെയ്തോളാം, ഇദ്ദേഹം ടാക്സ് അടച്ചോളാം. അൺരജിസ്റ്റേർഡ് ഡീലർക്ക് ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല. അതായത് അൺരജിസ്റ്റേർഡ് ഡീലർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ 5%, 12%, 18% ടാക്സ് കളക്ട് ചെയ്യാൻ പറ്റില്ല. ഈ പറയുന്ന കോമ്പോസിറ്റ് ഡീലർ നേരിട്ട് ഗവൺമെൻറ്റിലേക്ക് ഈ 5%, 12%, 18% ഒക്കെ എന്ത് ചെയ്തോളണം, അടച്ചോളണം. ഇനി അടുത്ത കണ്ടീഷനാണ്, ഇവർ എപ്പോഴാണ് റിട്ടേൺ സബ്മിറ്റ് ചെയ്യേണ്ടത്, ക്വാർട്ടർലി ആണ് റിട്ടേൺ സബ്മിറ്റ് ചെയ്യേണ്ടത്. ക്വാർട്ടർലി റിട്ടേൺ സബ്മിറ്റ് ചെയ്യണം. ഏതിലാണ്, GSTR 4 റിട്ടേൺ സബ്മിറ്റ് ചെയ്യേണ്ടത്. എപ്പോഴാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്, അതായത് 18-ാം തീയതിയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അതായത് ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ ഇയറിൻ്റെ ഫസ്റ്റ് ക്വാർട്ടർ എന്ന് പറയുന്നത് ഏപ്രിൽ, മെയ്, ജൂൺ. ഓക്കെ, ഈ 3 മാസം ഇതൊരു ക്വാർട്ടറാണ്. അടുത്ത ക്വാർട്ടറാണ് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഓരോ ക്വാർട്ടർ എന്ന് പറയുന്നത്, 3 മാസം കൂടുന്നതാണ് ഒരു ക്വാർട്ടർ. ഓക്കെ, അപ്പോൾ ഏപ്രിൽ, മെയ്, ജൂൺ ഈ 3 മാസത്തെ കണക്ക് റിട്ടേൺ സബ്മിറ്റ് ചെയ്യേണ്ടത് എപ്പോഴാണ്, ജൂലൈ 18-ാം തീയതിക്ക് മുമ്പാണ്. അതായത് ആ ക്വാർട്ടർ കഴിഞ്ഞ് നെക്സ്റ്റ് മന്തിൻ്റെ 18-ാം തീയതി എന്നാണോ ആ 18-ാം തീയതിയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ആണെങ്കിൽ എപ്പോൾ ചെയ്യേണ്ടി വരും, ഒക്ടോബർ 18-ാം തീയതിക്ക് മുമ്പായിട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇനി അടുത്തത് എന്താണ്, ജൂലൈ കഴിഞ്ഞു, സെപ്റ്റംബർ, ഇനി അടുത്തത് ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഓക്കെ, അപ്പോൾ ചെയ്യേണ്ടി വരും ജാനുവരി 18-ാം തീയതിക്ക് മുമ്പ് ചെയ്യേണ്ടത്. എങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ക്വാർട്ടർലി റിട്ടേൺ ഒക്കെ സബ്മിറ്റ് ചെയ്യേണ്ടത്. ക്വാർട്ടർലി റിട്ടേൺ സബ്മിറ്റ് ചെയ്യേണ്ടത് എന്താണ്, GSTR 4 എന്ന് പറയുന്ന ഫോമിലാണ് അവർ ചെയ്യേണ്ടത്. ഇനി അടുത്തതാണ് ലാസ്റ്റ് വൺ ആണ്, നോ നീഡ് ഓഫ് റിന്യൂവൽ. അതായത് ഈ 1.5 കോടി രൂപയുടെ മേളിൽ പോയാൽ മാത്രം ഇവർ എന്ത് ചെയ്താൽ മതി, ഗവൺമെൻറ്റിൻ്റെ അടുത്ത് അത് കാര്യം പറഞ്ഞിട്ട് എന്ത് ചെയ്താൽ മതി, സാധാരണ GSTയുടെ രജിസ്റ്റേർഡ് ഡീലർഷിപ്പിലേക്ക് മാറിയാൽ മതി. ഇനി അങ്ങനെ മാറിയിട്ടില്ല എങ്കിൽ എല്ലാ വർഷവും ഈ കോമ്പോസിഷൻ സ്കീം ആ രജിസ്ട്രേഷൻ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, പുതുക്കേണ്ട കാര്യമില്ല. സാധാരണ രജിസ്റ്റേർഡ് ഡീലർഷിപ്പ് ആണെങ്കിൽ അവരത് കറക്റ്റ് റിന്യൂ ചെയ്യേണ്ടതായിട്ട് വരും. കോമ്പോസിഷൻ സ്കീമിൻ്റെ ടീം എന്ത് ചെയ്യേണ്ട കാര്യമില്ല, അവർ റിന്യൂ ചെയ്യേണ്ട കാര്യമില്ല. എപ്പോഴാണോ 1.5 കോടിയുടെ മുകളിലേക്ക് ടേൺ ഓവർ പോകുന്നത് അപ്പോൾ മാത്രം റിന്യൂ ചെയ്യുക. എന്തായിട്ട് റിന്യൂ ചെയ്യുക, സാധാരണ രജിസ്റ്റേർഡ് ഡീലർഷിപ്പായിട്ട് റിന്യൂ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ടുള്ള കുറേ കണ്ടീഷൻസ് ഈ കോമ്പോസിഷൻ ലെവി സ്കീമിൽ വരുന്നത്. അടുത്തതാണ് വാലിഡിറ്റി ആണ്. ഓക്കെ, അതായത് ഈ കോമ്പോസിഷൻ ലെവി സ്കീമിൻ്റെ വാലിഡിറ്റി എത്രത്തോളമാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വാലിഡിറ്റി, ഓക്കെ, വാലിഡിറ്റി ഓഫ് കോമ്പോസിഷൻ ലെവി സ്കീം. ഓക്കെ, ഇതിൻ്റെ വാലിഡിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര നാൾ വരെ വേണമെങ്കിലും GSTയുടെ ഡീലർഷിപ്പിന് എന്തുവാം,
അതിൻ്റെ വാലിഡിറ്റി കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കും. സോ ലോങ് ആസ് ഹീ സാറ്റിസ്ഫൈസ്. ഓക്കെ, ആ രജിസ്റ്റേർഡ് ഡീലർക്ക്, കോമ്പോസിഷൻ രജിസ്റ്റേർഡ് ഡീലർക്ക് എന്ത് ചെയ്യാം, എത്ര നാൾ വരെ വേണമെങ്കിലും ഈ കോമ്പോസിഷൻ ലെവി സ്കീം കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഒരു കണ്ടീഷൻ ഉണ്ട്. 1.5 crore മേളിൽ പോയി കഴിഞ്ഞാൽ അദ്ദേഹം എന്ത് ചെയ്യേണ്ടി വരും, സാധാരണ GSTയുടെ രജിസ്റ്റേർഡ് ഡീലർഷിപ്പിലേക്ക് മാറേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ എത്ര നാൾ വരെ വേണമെങ്കിലും അതിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് ഇങ്ങനെ എന്താണ്, ഇൻഫിനിറ്റ് ആണ്, എത്ര നാൾ വരെ വേണമെങ്കിലും പോകാം. ഓക്കെ, രണ്ടാമത്തെ കണ്ടീഷൻ എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അദ്ദേഹത്തിൻ്റെ ആ ലിമിറ്റ് 1.5 crore കടന്നു, അഗ്രിഗേറ്റ് ടേൺ ഓവർ എന്ന് പറയുന്നത് 1.5 crore മുകളിൽ പോയി കഴിഞ്ഞാൽ ഇദ്ദേഹം ചെയ്യേണ്ട ഒരു ഇതുണ്ട്, ഫോം GST CMP 04 എന്ന് പറയുന്ന സംഭവം എന്ത് ചെയ്തോളണം, സബ്മിറ്റ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം, എൻ്റെ വരുമാനം അഗ്രിഗേറ്റ് ടേൺ ഓവർ 1.5 crore മേളിൽ പോയി, സോ ഞാൻ എന്ത് ചെയ്യുന്നു, സാധാരണ എന്താണ് എൻ്റെ കോമ്പോസിഷൻ ലെവി സ്കീം കട്ട് ചെയ്തിട്ട് സാധാരണ രജിസ്റ്റേർഡ് ഡീലർ ആക്കണം എന്നുള്ള ഒരു ഇൻറ്റിമേഷൻ പോകാൻ വേണ്ടിയിട്ടാണ് ഫോം GST CMP 04 ചെയ്യുന്നത്. ഓക്കെ, ഇത് ഇദ്ദേഹം എത്ര ദിവസത്തിനുള്ളിൽ ചെയ്യണം, 7 days. ഓക്കെ, എന്നാണോ 1.5 കോടി രൂപയുടെ മുകളിലേക്ക് അഗ്രിഗേറ്റ് ടേൺ ഓവർ കവിഞ്ഞത് 7 ദിവസത്തിനുള്ളിൽ തന്നെ ഈ ഒരു പ്രൊസീജിയർ അദ്ദേഹം എന്ത് ചെയ്തോളണം. ഓക്കെ, ഇനി നെക്സ്റ്റ്, ഒരാൾക്ക് സ്വമേധയാ തോന്നി എന്താണ്, എനിക്ക് കോമ്പോസിഷൻ ലെവി സ്കീം വേണ്ട, സാധാരണ രജിസ്റ്റേർഡ് ഡീലർഷിപ്പ് മതി, അല്ലെങ്കിൽ കോമ്പോസിഷൻ ലെവി സ്കീം എനിക്ക് കട്ട് ചെയ്യണം എന്ന് തോന്നിക്കഴിഞ്ഞാലും ഇദ്ദേഹം ചെയ്യേണ്ടത് ഏത് ഫോർമാറ്റ് തന്നെയാണ്, ഫോം GST CMP 04 തന്നെയാണ്. ഓക്കെ, അപ്പോൾ എന്താണ്, സോ ലോങ് ആസ് ഹീ സാറ്റിസ്ഫൈ, എത്ര നാൾ വരെയാണെങ്കിലും പോവാം. ഓക്കെ, പക്ഷേ 1.5 കോടിയുടെ മുകളിൽ പോയി കഴിഞ്ഞാൽ 7 ദിവസത്തിനുള്ളിൽ ഫോം GST CMP 04 സബ്മിറ്റ് ചെയ്യേണ്ടി വരും. ഇനി സ്വമേധയാ തോന്നണമെങ്കിൽ എന്ത് ചെയ്യാം, ഫോം GST CMP 04 വെച്ചിട്ട് അത് കട്ട് ചെയ്തിട്ട് സാധാരണ രജിസ്റ്റേർഡ് ഡീലർഷിപ്പ് ആവാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കും. അടുത്തത് കോമ്പോസിഷൻ ലെവി സ്കീമിൻ്റെ GSTയുടെ റേറ്റ് എത്രയാണെന്നുള്ളതാണ്. അത് മുന്നത്തെ ഒരു എപ്പിസോഡിൽ പറഞ്ഞിരുന്നത്, എന്നാലും നമുക്കൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം. GST റേറ്റ് കോമ്പോസിഷൻ സ്കീം. ഓക്കെ, മെയിനായിട്ട് ഇതിന് 3 റേറ്റാണുള്ളത്. 1% ഉണ്ട്, അതുപോലെ തന്നെ 5% ഉണ്ട്, അതുപോലെ തന്നെ ഉള്ളതാണ് 6%. ഓക്കെ, സാധാരണ രീതിയിൽ ഒരു ട്രേഡർ അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറർ, ഓക്കെ, ട്രേഡറോ മാനുഫാക്ചറോ ഒക്കെയാണ്, അവരുടെ ടേൺ ഓവർ എന്നുള്ളത് 1.5 crore താഴെയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, കോമ്പോസിറ്റ് ലെവി സ്കീം ഓപ്റ്റ് ചെയ്യാം. അവരെന്ത് ചെയ്താൽ മതി, അവർക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റും കിട്ടില്ല, ഔട്ട്പുട്ട് ടാക്സ് കളക്ട് ചെയ്യാനും പറ്റില്ല. പക്ഷേ ഇവർ കയ്യിൽ നിന്ന് എടുത്ത് എത്ര, അഗ്രിഗേറ്റ് ടേൺ ഓവറിൻ്റെ 1% അവർ കയ്യിൽ നിന്ന് എടുത്ത് എന്ത് ചെയ്താൽ മതി, ടാക്സ് അടച്ചാൽ മതി. ഓക്കെ, അപ്പോൾ കൂടുതൽ നൂലാമാലകളൊന്നുമില്ല, 1% അടയ്ക്കാം, ഇത് കുഴപ്പമില്ല. ഓക്കെ, രണ്ടാമത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെസ്റ്റോറൻറ്റ് സർവീസ് നടത്തുന്നവരാണെങ്കിൽ അവർ 5% എന്ത് ചെയ്യേണ്ടി വരും, ടാക്സ് അടയ്ക്കേണ്ടി വരും. ദാറ്റ് ഈസ് അഗ്രിഗേറ്റ് ടേൺ ഓവറിൻ്റെ 5% അവർ ടാക്സ് അടയ്ക്കേണ്ടി വരും. അവർക്കും എന്ത് കിട്ടില്ല, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റും കിട്ടില്ല, ഔട്ട്പുട്ട് ടാക്സ് കളക്ട് ചെയ്യാനും പറ്റുകയില്ല. ഓക്കെ, ഇനി അടുത്താണ് 6%, അതായത് മറ്റുള്ള സർവീസ്, അതർ സർവീസസ്. ഓക്കെ, അതായത് റെസ്റ്റോറൻറ്റ് ഒഴികെയുള്ള മറ്റുള്ള സർവീസ്, മിക്സഡ് ആയിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങളുണ്ടെങ്കിൽ അവർക്കും ഓപ്റ്റ് ചെയ്യാം. അവരുടെ പെർസെൻറ്റേജ് എന്നുള്ളത് എത്രയാണ്, 6% ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ടാക്സ് റേറ്റ് പോകുന്ന 1% ആണെങ്കിൽ 0.5% അങ്ങോട്ട് പോകും, CGST ആയിട്ട് പോകും. അതുപോലെ തന്നെ 0.5% അങ്ങോട്ട് പോകും, SGST ആയിട്ട് പോകും. ഇതെങ്ങനെയായിരിക്കും, റെസ്റ്റോറൻറ്റിൽ നിന്ന് നമ്മൾ മേടിക്കുമ്പോൾ എങ്ങനെയാണ്, അതിൻ്റെ എന്താണ് 2.5% എങ്ങോട്ട് പോകും, സെൻട്രൽ ഗവൺമെൻറ്റിലേക്കും 2.5% SGST ആയിട്ടും പോകും. ഇത് നേരെ 3% അങ്ങനെയായിട്ട് പോകും. ഓക്കെ, നേരത്തെ മാനുഫാക്ചറർ എന്ന് പറയുന്ന ആൾക്ക് 2% ആയിരുന്നു കോമ്പോസിഷൻ സ്കീം. ഓക്കെ, ആ മാനുഫാക്ചർക്ക് 2% എന്നുള്ളത് മാറ്റിയിട്ട് ഇപ്പോൾ അത് ഇതിലേക്ക് മാറ്റി, 1%ലേക്ക് മാറ്റി. ഇതാണ് കോമ്പോസിഷൻ ലെവി സ്കീം എന്ന് പറയുന്നത്. ഇത്രയും എടുത്ത ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വാച്ച് ചെയ്തതിന് നന്ദി, നമസ്കാരം.